സന്നിധി ദിവ്യബോധനം ഗ്രഹിക്കുവാൻ യേശുനായക ഏകിടേണമേ വചനദീപ്തി ഞങ്ങളിൽ സദാ തിരുക്കുടുംബ ദേവാലയത്തിൽ തിരുവചനം പഠിച്ചിടുവാൻ തിരുനാമകീർത്തനങ്ങൾ ലോകമാകെ ഘോഷിക്കുവാൻ ഞങ്ങൾ വന്നിതാ ദിവ്യസന്നിധി. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. പാവനം നിൻ നാമം 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 പാരിലെങ്ങും പാടാം പാടാം പാടാം. പാവനം നിൻ നാമം 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 പാരിലെങ്ങും പാടാം പാടാം പാടാം. പാതിരാവിൽ പാൽനിലാവിൽ ദൂതവൃന്ദം പാടുമ്പോൾ കൂടെ വാഴും കൂടാരം തീർക്കും നാഥൻ കൺമണി പോൽ സ്നേഹിക്കും കാവൽ നിൽക്കും. കൂടെ വാഴും കൂടാരം തീർക്കും നാഥൻ കൺമണി പോൽ സ്നേഹിക്കും കാവൽ നിൽക്കും. ചിറകിൻ കീഴിൽ എന്നും അഭയം തേടാം. തൂവലുകൾക്കുള്ളിൽ തല ചായ്ച്ചിടാം. നിൻ ചിറകിൻ കീഴിൽ എന്നും അഭയം തേടാം. തൂവലുകൾക്കുള്ളിൽ തല ചായ്ച്ചിടാം. തൃക്കൈയിൽ ഹൃദയം നൽകാം തിരുവായിൽ ചാരിയിരിക്കാം. തൃക്കൈയിൽ ഹൃദയം നൽകാം തിരുവായിൽ ചാരിയിരിക്കാം. സ്നേഹമേ പറയൂ സ്നേഹമേ കനിയൂ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. പ്രിയരെ, ഞാൻ റോഷ്നി റൊസാരിയോ, കൊമാടി ഹോളി ഫാമിലി ചർച്ച് കാറ്റഗിസം പ്രമോട്ടർ. പെയ്തൊഴിയാനായി കാത്തു നിൽക്കുന്ന ബാലകൗമാര മനസ്സുകളിൽ സ്നേഹത്തിന്റെ ജ്ഞാനത്തിന്റെ വചനത്തിന്റെ വിത്ത് പാകുവാൻ അവരെ വിശ്വാസത്തിന്റെ പാതയിലൂടെ കരം പിടിച്ചു നടത്താൻ ഒരു പുതിയ അധ്യയന വർഷം കൂടി സമാഗതമായിരിക്കുന്നു. കൊമാടി തിരുക്കുടുംബ ദേവാലയത്തിലെ നയന മനോഹരിയായ ഉദ്യാനമാണ് അവിടുത്തെ വിശ്വാസ പരിശീലന കളരി. ആ ഉദ്യാനത്തിന് മാരിയിലും വെയിലിലും തണലേകുന്ന തണൽ മരമായ ഫ്രാൻസിസ് അച്ഛനും ജ്ഞാനത്തിന്റെ അക്ഷയ പാത്രങ്ങളായി നിലകൊണ്ട് വിളങ്ങി വിലസി പ്രശോഭിക്കുന്ന
പനിനീർ പുഷ്പങ്ങളായ 21 അധ്യാപക ശ്രേഷ്ഠരും അവർക്കു ചുറ്റും ജ്ഞാനത്തിന്റെ മധു നുകരാൻ വെമ്പൽ കൊണ്ട് പാറിപ്പറക്കുന്ന 445 പരം പൂമ്പാറ്റകളും ആ വിശ്വാസ പരിശീലന കളരിക്ക് ഒരു പ്രത്യേക ചാരുത തന്നെയാണ് പകർന്നു നൽകുക. നാം ഇന്ന് കോവിഡ് മഹാമാരിയുടെ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഊർജ്ജസ്വലരായി അഭിമാനികളായി ഈ അധ്യയന വർഷത്തെ വരവേൽക്കുവാൻ വെർച്വൽ എൻട്രൻസ് സെറമണി ആഘോഷിക്കുകയാണ്. ഈ ആഘോഷവേള ധന്യമാക്കുവാൻ അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ട് ഒരു മധുര ഗാനമായി ഗുണസമ്പുഷ്ടമായ ഒരു കാവ്യമായി ഫ്രാൻസിസ് കൊടിയനാട് അച്ഛൻ ഞങ്ങളോടൊപ്പം തന്നെയുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ എൻട്രൻസ് സെറമണിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിറഞ്ഞ ചിരിയോടെ കർമ്മകുശലതയോടെ മതബോധന രംഗത്തെ മോടി പിടിപ്പിക്കുന്ന ഒരു നവശില്പി, മതബോധന രൂപത ഡയറക്ടർ സ്നേഹനിധിയായ സോളമൻ ചാരങ്കാട്ടച്ചൻ. ഈ എൻട്രൻസ് സെറമണി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട അച്ഛനെ നിറഞ്ഞ സ്നേഹത്തോടെ ഞാൻ ഈ ആഘോഷവേളയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. PTA പ്രതിനിധീകരിച്ചുകൊണ്ട് PTA സാരഥി ജോസുകുട്ടി സാർ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം ഞാൻ ഈ ആഘോഷവേളയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നൂതനങ്ങളായ ഒരു പിടി ആശയങ്ങൾക്ക് വഴിവെട്ടി ആ വഴികളിലൂടെ എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ ശക്തിയാണ് എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർ ഓരോരുത്തരും. സ്നേഹനിധികളായ അവരെ ഓരോരുത്തരെയും ഏറെ സ്നേഹ ബഹുമാനത്തോടെ ഞാൻ ഈ ആഘോഷവേളയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വചനദീപ്തിയുടെ സമ്പത്താണ് ഓരോ കുഞ്ഞുമക്കളും. ഞങ്ങൾക്കെന്നും താങ്ങും തണലുമായി അവരുടെ മാതാപിതാക്കൾ ഞങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഈ ആഘോഷവേള ഗംഭീരമാക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കണ്ണിന് പൊൻകണിയേകി, കാതിന് തെന്മൊഴിയേകി, വചനദീപ്തി ആരാമത്തിന് വർണ്ണാഭയേകി കടന്നു വന്ന നവപ്രതിഭകൾക്ക്, കുരുന്നു കുഞ്ഞുങ്ങൾക്ക് വാത്സല്യപൂർവ്വം സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ വെർച്വൽ എൻട്രൻസ് സെറമണി ആഘോഷവേളയിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. നാവിൽ ഈശോദൻ നാമം, കാതിൽ ഈശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ ഈശോദൻ നാമം, കാതിൽ ഈശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ ഈശോദൻ നാമം, കാതിൽ ഈശോദൻ നാദം. പ്രിയമുള്ള കുട്ടികളെ, മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, ഏവരെയും വചനദീപ്തിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു.
തന്നെ സ്വീകരിച്ച എല്ലാവർക്കും ദൈവമക്കളാകുവാനുള്ള ഭാഗ്യം അവിടുന്ന് നൽകി. യേശുവിനെ അറിയുവാനും അവിടുത്തെ വചനം മനസ്സിലാക്കുവാനും അങ്ങനെ ദൈവമക്കളാകുവാനായിട്ടുള്ള വലിയൊരു ഭാഗ്യമാണ് മതബോധന പഠനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ വചനദീപ്തിയുടെ ക്ലാസ്സുകൾ 13-ാം തീയതി ഞായറാഴ്ച മുതൽ ആരംഭിക്കുക. ഏവരെയും മതബോധന കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ടീച്ചേഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന വചനത്തിൻ്റെ മാധുര്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനെ സ്വന്തമാക്കുവാനും ധ്യാനിക്കുവാനും അങ്ങനെ വചനത്തിന് സാക്ഷികളായി തീരുവാനായിട്ടുള്ള എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം, ഫ്രാൻസിസ് അജയൻ. ഗുരുവാകണം തുണയായി നീ തണലാകണം സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം അച്ഛനായും ദൂരെയും ചാരെയും കൂട്ടാകണം സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം ഗുണവാരിധേ നീ ഗുരുവാകണം തുണയായി നീ തണലാകണം. ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മതാധ്യാപകരെ, കുഞ്ഞുമക്കളെ, നമ്മൾ ഇതേ ദിവസം ഔദ്യോഗികമായിട്ട് നമ്മളുടെ വിശ്വാസ പരിശീലനത്തിന്റെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുക. എല്ലാവരെയും ഈ പുതിയ
അധ്യയന വർഷത്തിലെ വിശ്വാസ പരിശീലന ഘട്ടങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ സ്നേഹവും പകർന്നു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയിലൂടെയാണ് കടന്നു പോകാനായിട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച സ്നേഹം, യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ജീവിത ദർശനം, ഇതൊക്കെ എല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിലൂടെ കടന്നു പോവുക, ആ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മളുടെ വിശ്വാസ പരിശീലനം ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് പകർന്നു കൊടുത്തു കൊണ്ടുപോകേണ്ട അനന്തര തലമുറകളിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു ശുശ്രൂഷയാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരും നിർവഹിക്കേണ്ട ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ കൊമ്മാടിയിലെ എല്ലാ മാതാപിതാക്കളും, എല്ലാ മതാധ്യാപകരും, എല്ലാ കുഞ്ഞുങ്ങളും ഒരുമിച്ച് കൂട്ടായിട്ട് ചെയ്യേണ്ട ഈ ഒരു സംരംഭം, വിശ്വാസ കൈമാറ്റം നടത്തുന്ന ഈ ഒരു ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു അധ്യയന വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇതൊരു സ്കൂൾ ലെവലായിട്ട് പോകേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്കൂൾ ഉണ്ടേലും ഇല്ലേലും നമ്മുടെ പരീക്ഷ എഴുതി പാസ്സാകേണ്ട ഒരു കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ജീവിത ദർശനമാണ്. അപ്പൊ അതേ രീതിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു പ്രബോധന രീതി മാത്രമാണ് നമുക്ക് സൺഡേ സ്കൂൾ എന്ന രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വർഷം നല്ല രീതിയിൽ നല്ല ഫലപ്രദമായ, അനുഗ്രഹപ്രദമായ, ക്രിസ്തു കേന്ദ്രീകൃതമായ വിശ്വാസ പരിശീലനത്തിന്റെ പുതിയ അധ്യയന വർഷം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശീർവാദത്തോടു കൂടി നിർവഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നമ്മൾ ഈ വർഷത്തെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഈ വിശ്വാസ പരിശീലന ക്ലാസ് നമുക്കറിയാം, കുറച്ച് നാളുകളായി കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നടത്തുവാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും ഈ ക്ലാസ്സിലേക്ക്, ഈ പ്രവേശനോത്സവത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും, പ്രത്യേകിച്ച് 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്കും മറ്റെല്ലാ കുട്ടികൾക്കും PTA കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ പ്രാർത്ഥനാശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊള്ളുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഞാൻ ലിൻഡ സിനീഷ്, കൊമ്മാടി തിരുക്കുടുംബ ദേവാലയത്തിലെ ഒരു ഇടവകാംഗവും അവിടുത്തെ മതബോധന കേന്ദ്രത്തിൻ്റെ മാതാപിതാക്കളുടെ പ്രതിനിധിയുമാണ്. കുറച്ച് നാളുകളായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മഹാമാരിയാണ് കോവിഡിൻ്റെ ഈ സാഹചര്യം മൂലം നമ്മൾക്ക് നമ്മുടെ കൂട്ടുകാരെ കാണുവാനോ അവരോടൊത്ത് കളിക്കുവാനോ സാധിക്കുന്നില്ല. നമ്മളുടെ പഠിത്തം പോലും ഇപ്പോൾ ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവെക്കുന്ന ഓരോ കുരുന്നുകൾക്കും, പുതിയ ഓരോ കുഞ്ഞുമക്കൾക്കും അറിവിൻ്റെ നേർപാതയിൽ സഞ്ചരിക്കുവാനും അറിവിനൊത്ത് യേശുവിനോടൊപ്പം ചുവടുവെച്ച് യേശുവിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മൾ നേരിടുന്ന ഈ മഹാമാരിയെ എത്രയും പെട്ടെന്ന് തുടച്ചു മാറ്റണമേ എന്ന് സർവശക്തനായ ഈശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാ കുഞ്ഞുമക്കൾക്കും ആശംസകൾ, പ്രാർത്ഥനാശംസകൾ.
ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛ, സ്നേഹാനന്ദ സിസ്റ്റേഴ്സ്, സ്നേഹാനന്ദ പ്രൊമോട്ടർ റോഷിനി ടീച്ചർ, സെക്രട്ടറി ഗോഡൻ സാർ, പ്രിയ മതാധ്യാപകരെ, മാതാപിതാക്കളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഈ മഹാമാരി കാലത്ത് മുൻകാലങ്ങളിലെ പോലെ നമുക്ക് പ്രവേശനോത്സവം നടത്താൻ സാധിക്കാത്തതുകൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഒന്നിച്ചുകൂടാൻ അവസരം തന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ശിശുക്കളൻ്റെ അടുക്കൽ വരുവിൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടെ ആവുന്നു. ഈ വാക്കുകളിൽ ഈശോയുടെ കുട്ടികളോടുള്ള സ്നേഹവും കരുതലും നമുക്ക് കാണാൻ സാധിക്കും. ഏറെ പ്രത്യാശയോടും സന്തോഷത്തോടും കൂടി ഈശോയുടെ അടുക്കലേക്ക് വരുന്ന കുട്ടികൾ അവരെ ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കാത്തിരിക്കുന്ന ഈശോ ഈ പുതിയ അധ്യയന വർഷത്തിൽ ഈശോയെ അറിയാനും സ്നേഹിക്കുവാനും എല്ലാറ്റിനും വഴിയായി ഈശോയെ സ്വന്തം ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറ്റുവാനും വേണ്ടി ഈ വചനദീപ്തി കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കുഞ്ഞുങ്ങളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പേര് വിൻസെൻ്റ് KS എന്നാണ്. ഞാൻ 12ാം ക്ലാസ്സിലെ മതാധ്യാപകനാണ്. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് കൊമ്മാടി വചനദീപ്തി ഒരുക്കുന്ന പ്രവേശനോത്സവത്തിലേക്ക് ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമസ്കാരം. ഞാൻ വചനദീപ്തിയിലെ 11ാം ക്ലാസ്സിന്റെ അധ്യാപകൻ ലാലുമലയിൽ. എല്ലാ സഹനങ്ങളിലും ദൈവം ഒരു കൃപ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയുക. അങ്ങനെയെങ്കിൽ ദൈവം ഒളിപ്പിച്ചു വെച്ച ഒരു കൃപയാണ് ഈ വെർച്വൽ പ്രവേശനോത്സവം. ഈ പ്രവേശനോത്സവത്തിലേക്ക് നമ്മുടെ ദേവാലയത്തിന്റെ തിരുനട കടന്നു വരുന്ന എല്ലാ നവപ്രതിഭകൾക്കും 1000 പ്രാർത്ഥനാശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ഈ വെർച്വൽ സെഷൻ നമുക്ക് വേണ്ടി ഒരുക്കിയത്, വചനദീപ്തിക്ക് വേണ്ടി ഒരുപാട് അതിനുവേണ്ടി സഹായിച്ചത് ഫ്രാൻസിസ് ലാലാണ്. ഫ്രാൻസിസ് ലാലിനും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭദിനാശംസകൾ നേരുകയും ചെയ്യുന്നു. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോൺസൺ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. പുതിയതായി വചനദീപ്തിയിലേക്ക് കടന്നു വരുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. ഞാൻ ടിൻഡു ടീച്ചർ, 7th സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കുന്നു. നവാഗതരായ കുഞ്ഞുമക്കൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഞാൻ മോൾസി ജസ്റ്റിൻ, കൊമ്മാടി തിരുക്കുടുംബ ദേവാലയത്തിലെ മതാധ്യാപികയാണ്. നവാഗതർക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എൻ്റെ ആശംസയും നേർന്നുകൊള്ളുന്നു. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഞാൻ കുഞ്ഞുമോൾ മാക്സൺ, വചനദീപ്തിയിൽ 3rd സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കുന്നു. കൊമ്മാടി മതബോധന കേന്ദ്രത്തിൽ പുതിയതായി ജോയിൻ ചെയ്ത എല്ലാ കൂട്ടുകാരെയും വചനദീപ്തിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജീബ. ഞാൻ വചനദീപ്തിയിലെ 5ാം ക്ലാസ്സിലെ അധ്യാപികയാണ്. എല്ലാ കൂട്ടുകാരെയും പുതിയ അധ്യയന വർഷത്തിലേക്ക് ദൈവനാമത്തെ സ്വാഗതം ചെയ്യുന്നു. സരിത. ഞാൻ തിരുക്കുടുംബ ദേവാലയത്തിലെ 6ാം ക്ലാസ്സിലെ അധ്യാപികയാണ്. എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ദൈവനാമത്തിൽ തിരുക്കുടുംബ ദേവാലയത്തിലെ വചനദീപ്തിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആൻസമ്മ പീറ്റർ, കൊമ്മാടി ഹോളി ഫാമിലി ചർച്ചിൽ 1st സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മേഴ്സി ഗോമസ്, കൊമ്മാടി തിരുക്കുടുംബ ദേവാലയത്തിലെ മതബോധന അധ്യാപികയാണ്. നവാഗതരും വാത്സല്യനിധികളുമായ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും വചനദീപ്തിയിലെ പുതിയ അധ്യയന വർഷത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഏലിയാമ്മ സേവ്യർ, കൊമ്മാടി തിരുക്കുടുംബ ദേവാലയത്തിലെ മതബോധന കേന്ദ്രമായ വചനദീപ്തിയിലെ ഒരു അധ്യാപികയാണ്.
ഈ വർഷം ഈ കുടുംബത്തിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ നവാഗതരെയും സ്വാഗതം ചെയ്യുകയും എല്ലാവർക്കും ആശംസകൾ നേരുകയും ചെയ്യുന്നു. എൻ്റെ പേര് റോസ്മേരി. ഞാൻ ഹോളി ഫാമിലി ചർച്ച് കൊമ്മാടിയിലെ 2ാം ക്ലാസ് മതബോധന അധ്യാപികയാണ്. നവാഗതരായ എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ഞാൻ ഗെറ്റു റോട്രിക്സ്. ഈ വർഷം 8ാം ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. വചനദീപ്തിയിലെ എല്ലാ നവാഗതർക്കും എൻ്റെ സ്വാഗതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ നേഹ റൊസാരിയോ, കൊമ്മാടി ഹോളി ഫാമിലി ചർച്ചിൽ 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. നവാഗതരായ കുഞ്ഞുങ്ങൾക്ക് വചനദീപ്തി കുടുംബത്തിലേക്ക് സ്വാഗതം. എത്ര ശുഭം എത്ര മോഹനം സോദരരുത്തു വസിപ്പതോർത്താൽ. ആഹാ എത്ര ശുഭം എത്ര മോഹനം സോദരരുത്തു വസിപ്പതോർത്താൽ. ആഹാ സിയോൻ ഗിരിയതിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ. ആഹാ ഏകപിതാവിന്റെ മക്കൾ നാം, യേശുവിൽ ഏകാവകാശികൾ നാം. ആഹാ ഏകപിതാവിന്റെ മക്കൾ നാം, യേശുവിൽ ഏകാവകാശികൾ നാം. ആഹാ ഏകാത്മസ്നാനത്താൽ ഏക ശരീരത്തിൻ അംഗങ്ങളായവർ നാം. ആഹാ ഏകാത്മസ്നാനത്താൽ ഏക ശരീരത്തിൻ അംഗങ്ങളായവർ നാം. ആഹാ എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വസിപ്പതോർത്താൽ. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ചച്ച, പ്രിയപ്പെട്ട പ്രമോട്ടർ, അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, കൊറോണ കാലം നമ്മുടെ ജീവിതത്തെ ആകെ തകിടം മറിച്ചുകൊണ്ട് സമസ്ത മേഖലയും സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. സൺഡേ സ്കൂളിലേക്കെന്ന നമ്മുടെ വിദൂര സ്വപ്നം ഒരു കാണാക്കിനാവായി അവശേഷിക്കുമ്പോൾ വീടെന്ന വിദ്യാലയം ഉണരുകയാണ്. ഭൂതകാലത്തിന്റെ തുടർച്ചയാണ് ഭാവി കാലം എന്ന ധാരണ നമ്മെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്ന കാര്യങ്ങളെ ആത്മവിശ്വാസത്തോടെയും നിയന്ത്രണത്തിൽ വരാത്ത സാഹചര്യങ്ങളെ കൗതുകത്തോടെയും നമുക്ക് നോക്കിക്കാണണം. നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറിയിലേക്ക് നമ്മുടെ അധ്യാപകർ നവമാധ്യമങ്ങളുടെ സഹായത്തോടെ വന്നെത്തുകയാണ്. നമുക്കവരെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യാം. ഓരോ മാറ്റവും തുടക്കത്തിൽ കഠിനവും, മധ്യത്തിൽ കുഴഞ്ഞതും, അന്ത്യത്തിൽ മഹനീയവുമാണ്. എല്ലാ അവസരങ്ങളിലും ഒരു പ്രതിസന്ധിയും ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനാൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കി മാറ്റാനുള്ള കഴിവ് നമുക്കുണ്ട്. അതേ പ്രിയമുള്ളവരെ, എല്ലാത്തിലും പ്രശ്നം കാണുന്നവർ ചാണാക്കൂന കാണുമ്പോൾ നാറ്റം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകും. എന്നാൽ പ്രശ്നങ്ങളെ പദ്ധതികളായി കാണുന്നവർ ചാണാക്കൂന കാണുമ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് എന്ന സ്വപ്നം കാണും. നമുക്കും ഇതുപോലെയുള്ള പ്രതിസന്ധി കാലങ്ങളെ ദൈവം നമുക്ക് നൽകിയ ചില അനുഭവങ്ങളായും അവസരങ്ങളായും കാണാം. ഞങ്ങളുടെ അധ്യാപകരെ ഞങ്ങളുടെ ഭവനത്തിലേക്കും ഹൃദയവാതിലുകൾ തുറന്ന് നമ്മുടെ മനസ്സിലേക്കും ഈ നിമിഷം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വർഷക്കാലം നിങ്ങൾ ഞങ്ങൾക്കായി ഏറ്റെടുത്ത സഹനങ്ങളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നല്ലൊരു അധ്യയന വർഷം ഞാൻ ആശംസിക്കുന്നു. നന്ദി. നവമുകുളങ്ങളെ നിങ്ങൾക്കാശംസകൾ, ക്രിസ്തുവിൽ ആശംസകൾ. നവദീപങ്ങളായി പ്രകാശിച്ചിടൂ ജീവിത വയലുകളിൽ സ്നേഹത്തിലൊന്നായി ജീവിച്ചു നിങ്ങൾ മുന്നോട്ടു നീങ്ങിടുവിൻ. സ്നേഹത്തിലൊന്നായി ജീവിച്ചു നിങ്ങൾ മുന്നോട്ടു നീങ്ങിടുവിൻ.
സൗമ്യത നിങ്ങളിൽ എന്നെന്നും വാഴുവാൻ പ്രാർത്ഥിച്ചിടുന്നു ഞങ്ങൾ. സൗമ്യത നിങ്ങളിൽ എന്നെന്നും വാഴുവാൻ പ്രാർത്ഥിച്ചിടുന്നു ഞങ്ങൾ. നിങ്ങൾക്കാശംസകൾ, നിങ്ങൾക്കഭിവാദ്യങ്ങൾ, നിങ്ങൾക്കാശംസകൾ, നിങ്ങൾക്കഭിവാദ്യങ്ങൾ. സ്നേഹത്തിൻ സന്തോഷം നേരുന്നു ഞങ്ങൾ, സ്നേഹത്തിൻ സന്തോഷം നേരുന്നു ഞങ്ങൾ. ക്രിസ്തുവിനാശംസകൾ, ക്രിസ്തുവിലാശംസകൾ. നവമുകുളങ്ങളെ നിങ്ങൾക്കാശംസകൾ, നിങ്ങൾക്കാശംസകൾ. ക്രിസ്തുവിലാശംസകൾ. നവദീപങ്ങളായി പ്രകാശിച്ചിടൂ, പ്രകാശിച്ചിടൂ ജീവിത വയലുകളിൽ, ജീവിത വയലുകളിൽ. പ്രിയ ബഹുമാനപ്പെട്ട വചനദീപ്തിയുടെ ഡയറക്ടർ ഫ്രാൻസിസ് കുടിയനാടച്ച, രൂപതാ സുവിശേഷ ഭവൻ ഡയറക്ടർ സോളമൻ ചാരങ്കാടച്ച, പ്രിയ പ്രൊമോട്ടർ റോഷ്ടി ടീച്ചർ, പ്രിയ മതാധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഞാനോട് ഓർക്കുറിയ ഈ വർഷവും വചനദീപ്തിയുടെ സെക്രട്ടറിയായി സേവനം തുടരുന്നു. വചനദീപ്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായി നടക്കുന്നത്, നമ്മളെ നല്ല രീതിയിൽ നയിക്കുന്നത് നമ്മുടെ ഡയറക്ടറായ ഫ്രാൻസിസ് കൊടിയനാട് അച്ഛനാണ്. അച്ഛന് ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി നമ്മളെ സഹായിക്കുന്നത് രൂപതാ സുവിശേഷവൻ ഡയറക്ടർ സോളമൻ ചാരങ്കാട്ട് അച്ഛനാണ്. ഈ അവസരത്തിൽ ഒത്തിരി നന്ദിയോടെ അച്ഛൻ്റെ സേവനങ്ങളെ ഓർക്കുന്നു. ഒരു പ്രതിസന്ധിയും ഒന്നിൻ്റെയും അവസാനമല്ല, അതൊരവസരമാണ് എന്ന് മനസ്സിലാക്കി തങ്ങളുടെ തിരക്കുകൾക്കിടയിലും കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ കണ്ടെത്തുന്ന എല്ലാ സഹപ്രവർത്തകരെയും എൻ്റെ എല്ലാ മതാധ്യാപകരെയും ഒത്തിരി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുന്നു. ഈ മഹാമാരി കാലത്തും നല്ല രീതിയിൽ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങളോടൊപ്പം നിൽക്കുകയും കുഞ്ഞുങ്ങളെ വചനവീതിയിൽ നടത്തുന്നതിന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും ചെയ്യുന്ന മാതാപിതാക്കളായ നിങ്ങളെ ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നത്. ഈ അവസരത്തിൽ എല്ലാ മാതാപിതാക്കൾക്കും ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. ഇനി പ്രത്യേകമായി ഓർക്കേണ്ടത് നമ്മുടെ കുഞ്ഞു മക്കളെയാണ്. നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഈ കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പതിയുന്ന ഈ കാര്യങ്ങളാവും ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മൂല്യങ്ങളായി മാറുക. എല്ലാ മക്കളെയും തിരുക്കുടുംബത്തിന് പ്രത്യേകമായി കാഴ്ചവെക്കുന്നു. അതോടൊപ്പം ഈ വർഷം നല്ലൊരു അധ്യയന വർഷമായി തീരട്ടെ എന്ന് ഒത്തിരി ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ മക്കളെയും സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.